ഹായ്. ഇന്ന് ഞാൻ ചിക്കൻ ഒരു പാൽ ചിക്കൻ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പം ഞാൻ ചിക്കൻ ഇന്നലെയൊക്കെ വാങ്ങിച്ചു വെച്ചു. അവർ തരുന്നത് തന്നെ നന്നായി കഴുകിയാണ് തരുന്നത്. എന്നാലും ഇവിടെ കൊണ്ടൊന്ന് കഴുകി വെച്ചിട്ടുണ്ട്. എന്നാലും ഫ്രിഡ്ജിലിരുന്നല്ലേ, ഒന്നുകൊണ്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം. എന്നാൽ ഞങ്ങൾക്കിന്ന് രാവിലെ അപ്പമാണ്. അപ്പോൾ അപ്പത്തിൻ്റെ കൂടെ ഒരു പാൽ ചിക്കൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ അമ്മ ഇന്ന് അമ്മയുടെ അനിയത്തിന് വിട്ടിട്ട് പോയേക്കുവാ. അമ്മയുണ്ടെങ്കിൽ എനിക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റത്തില്ല. കാരണം അമ്മയ്ക്ക് മസാലയൊക്കെ ചേർത്ത് അങ്ങനെയൊക്കെയുള്ള ഇഷ്ടം. വെള്ള കളറിൽ എനിക്ക് ചിക്കൻ്റെ കറി ഇരിക്കുമ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ ഇന്നുണ്ടാക്കാം എന്ന് വിചാരിച്ചു. ഞങ്ങൾ 3 പേരും, ഞാനും മിന്നുകുട്ടി അരിയെടുക്കും കഴിക്കും. അപ്പം ഞാൻ ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് വരട്ടെ. ഇതാണ് തന്നെ സവാള, ഒരു മീഡിയം സൈസ് 3 സവാള എടുത്തിട്ടുണ്ട് ചിക്കൻ്റെ അളവനുസരിച്ച്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, ഇത് 3ഉം കൂടെ ചതച്ചത്. പിന്നെ ഞാനൊരു ബേ ലീഫ് ഉണ്ടായിരുന്നു, അതുകൊണ്ടൊരു ബേ ലീഫ് കൂടെ ഇട്ടു. അപ്പം നമുക്ക് ആദ്യം വേണ്ടത് സവാള ഒന്ന് വഴറ്റണം. വെളിച്ചെണ്ണ ഒഴിക്കുകയാണേ. സവാള ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. സവാളക്കകത്തോട്ട് നമുക്ക് ശകലം ഉപ്പിടാം. സവാള ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി വേണ്ട ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, ഇത് 3ഉം ചതച്ച. കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതാണ് ലാസ്റ്റ് നമുക്ക് ഇച്ചിരി ഇടാമായിരുന്നു. പക്ഷെ എൻ്റെ കുരുമുളക് പൊടി ഇല്ല, അതുകൊണ്ട് ഞാൻ കുരുമുളക് അങ്ങ് ചതച്ചു. സവാള ഒന്ന് വാടിയൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് വാടിയില്ലെങ്കിലും ഏകദേശമൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി ഞാൻ വേണ്ടി ചിക്കനകത്തൊരു ശകലം ഉപ്പ് ചേർത്ത് പുരട്ടി വെച്ചേക്കുമായിരുന്നേ. ഇതിലോട്ടൊന്ന് ഉപ്പ് പിടിക്കട്ടെ എന്ന് വിചാരിച്ച് നമുക്ക് ചിക്കനെ ഇതിലേക്കിടാം. ലീഫും കൂടെ കുറച്ച് ഇതിലേക്കിടാം. ഇനി ഇതൊന്ന് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങട്ടെ, ഒന്ന് അടച്ചു വെക്കാം. ചിക്കൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഒരുപാട് പണിയോ ഒന്നുമില്ല, ഇത് വളരെ എളുപ്പം. എനിക്കാണെങ്കിൽ ഇത് ഇടിയപ്പത്തിൻ്റെ കൂടെയാണ് ഭയങ്കര ഇഷ്ടം. ഇടിയപ്പം അങ്ങോട്ട് ഉണ്ടാക്കി കഴിയുമ്പോൾ ഇടിയപ്പത്തിൻ്റെ മുകളിലോട്ട് കോരി അങ്ങോട്ട് ഒഴിക്കും, കഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇന്ന് അപ്പത്തിൻ്റെ കൂടാണ്. ഞാനാണെങ്കിൽ തലേദിവസം ഒന്നും റെഡിയാക്കി, മാവൊക്കെ എപ്പോഴും കാണും ഇവിടെ. തലേദിവസം ഒന്നും ഓർക്കത്തില്ല എന്തുണ്ടാക്കണം. പിന്നെ ചിക്കൻ വാങ്ങിക്കാൻ താമസിച്ചു പോയി. അതുകൊണ്ട് ഇന്നലെ ഇടിയപ്പം സ്റ്റൂ ആയിരുന്നു. ഇന്നിപ്പോൾ അപ്പത്തിൻ്റെ കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. ചിക്കന് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ശകലം മല്ലിപ്പൊടി ഇടാം അതിലേക്ക്. പിന്നെ ശകലം ജീരകപ്പൊടി. നമുക്ക് തേങ്ങയുടെ 2ആം പാൽ അങ്ങോട്ട് ഒഴിക്കാം. അപ്പത്തിൻ്റെ കൂടെ നമുക്ക് ചാറ് വേണമല്ലോ.
കണ്ട എൻ്റെ അമ്മയ്ക്ക് ഈ വെള്ള കളറിൽ ചിക്കൻ ഇരിക്കുന്നതേ അമ്മയ്ക്ക് ഇഷ്ടമല്ല. ശകലം ഉപ്പ് കൂടിട്ടേക്കാം. പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ടു. പച്ചമുളക് നമ്മൾ സവാള വഴറ്റുമ്പം ഇടണമെങ്കിലും ഇടാം കേട്ടോ. പിന്നെ ഞാനാണെങ്കിൽ ഈ ചിലപ്പോൾ എനിക്ക് തോന്നും പച്ചമുളക് അധികം അത്ര ഇടണം. അപ്പോൾ ആ പച്ചമുളകിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. മറ്റേ ഒത്തിരി വഴറ്റിപ്പോവും. അങ്ങനെ ഇടും, രണ്ട് രീതിയിലും ഇടും. നമുക്ക് അന്നേരം എന്തോ ഇഷ്ടമെന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങ് ചെയ്യും. എങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് പച്ചടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പച്ചമുളക് പിന്നെ എന്തുവാ ഒത്തിരി വഴറ്റാതൊക്കെ ഇടാമെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അതൊക്കെ ചുമ്മാ തോന്നി അങ്ങ് ചെയ്തതാണ്. അന്നേരം ഇവിടെ അരിയേട്ടൻ പറഞ്ഞു ആ പച്ചമുളകിൻ്റെയൊക്കെ ടേസ്റ്റ് മരുന്നുണ്ടെന്ന്. പിന്നെ അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. ഇതിവിടെ കിടന്നൊന്ന് ഇച്ചിരൂടെ വേവാനുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തു. കുറച്ച് വെള്ളമൊക്കെ വറ്റി ഇനി നമുക്ക് ഒന്നാം പാൽ വയ്ക്കണം. ഞാൻ സ്റ്റാൻഡ് എടുത്തിൻ്റെ മണ്ടക്കെട്ടൊക്കെ വെച്ച് കാണിച്ച ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ഒരു ഓക്കെ. ഒന്നാം പാൽ ഒഴിച്ചു. കണ്ട നല്ല വെള്ള കളറ്. മസാലയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക് ചിലപ്പം ഇത് അത്ര ഇഷ്ടപ്പെടത്തില്ലായിരിക്കും. എനിക്ക് ചിക്കൻ എങ്ങനെ കിട്ടിയാലും എനിക്കിഷ്ടം. നമുക്ക് ചിക്കൻ കിട്ടിയാൽ എന്തെല്ലാം വെറൈറ്റി ഐറ്റംസ് ഉണ്ടാകും. ഏകദേശം ഒന്ന് തിളച്ചു. മല്ലിയില വേണമെങ്കിൽ ഇടാം, ഞാൻ ഇടുന്നില്ല. എനിക്ക് മല്ലിയില ഇരിപ്പില്ല. ഇതൊക്കെ പെട്ടെന്ന് തീരുമാനിക്കുന്നതല്ലേ. എനിക്കൊന്നും നേരത്തെ തീരുമാനിക്കുന്ന സ്വഭാവമില്ല. കാരണം എന്താ പറയുക, മാവ് ഇരിപ്പുണ്ടെന്നുള്ളൊരു ധൈര്യമുണ്ട്. അയ്യോ രാവിലെ എന്തുണ്ടാക്കും, രാവിലെ എണീറ്റ് ഓർത്താലും ഇന്നങ്ങ് ദോശ ഉണ്ടാക്കാം എന്നങ്ങ് വിചാരിക്കും. അതുകൊണ്ട് അതിനുള്ള ധൈര്യം ഉണ്ടെനിക്ക്. ഞാൻ നേരത്തെ ഒന്നും ആലോചിക്കത്തില്ല. എന്താ നോക്കി ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ അങ്ങോട്ട് ഒഴിക്കുക. സംഭവം റെഡി. എന്തെളുപ്പം ഉണ്ടാക്കാം. അപ്പം നമ്മുടെ പാൽ ചിക്കൻ റെഡിയായി. കണ്ട നല്ല ഭംഗിയില്ലേ? പച്ചമുളകൊക്കെ അവരവരുടെ ആവശ്യത്തിന് ഇടാവേ. എനിക്കാണെങ്കിൽ ഇപ്പോൾ കിട്ടുന്ന പച്ചമുളക് മൊത്തം എന്തോ എരിവാ. ഇനി ഞങ്ങൾ അപ്പം ഉണ്ടാക്കണം. കാരണം ഞാൻ അരിയേട്ടനോട് ചോദിക്കും, അപ്പച്ചട്ടിയിൽ ഉണ്ടാക്കണോ അതോ ദോശക്കല്ലിൽ ഉണ്ടാക്കിയാൽ മതിയോ എന്ന് ചോദിക്കും. അരിയേട്ടൻ ഇടയ്ക്കിടയ്ക്ക് പറയാം അപ്പം എന്ന് പറയുന്നത് മറ്റേ അപ്പച്ചട്ടിയിൽ ഉണ്ടാക്കുന്നതല്ലേ. എനിക്ക് എളുപ്പം ദോശക്കല്ലിൽ. എന്നിപ്പം ഞാൻ ദോശക്കല്ലിൽ ഉണ്ടാക്കിക്കോട്ടെ എന്ന് ചോദിക്കും. നോക്കിക്കേ, പാൽ ചിക്കൻ ഞാൻ വേറൊരു ബൗളിലോട്ടാക്കി. ഇനി ഞങ്ങൾ അപ്പം ഉണ്ടാക്കുക. ഇന്ന് അരിയേട്ടനോട് ഞാൻ ചോദിച്ചു ദോശക്കല്ലിൽ അപ്പം ഉണ്ടാക്കിക്കോട്ടെ എന്ന്. കാരണം അപ്പച്ചട്ടി ഒന്നും എടുക്കാൻ എനിക്ക് വയ്യ. ചിലപ്പോൾ പറയും അപ്പച്ചട്ടി തന്നെ ഉണ്ടാക്കാൻ പറയുവേ. ഞാനിനി അപ്പം ഉണ്ടാക്കട്ടെ. ഞങ്ങളുടെ അപ്പവും
പാൽ ചിക്കനും റെഡിയായി. മിന്നുക്കുട്ടി അപ്പോഴേ ഇങ്ങ് എത്തി. ഇതാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണേ, സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ. താങ്ക് യു.